അന്നത്തെ കാലഘട്ടത്തിൽ പന്തിരുവരെ കർത്താവ് തെരഞ്ഞെടുത്തു, തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. വിളിച്ചിട്ട് കർത്താവ് അവർക്ക് അധികാരം കൊടുക്കുകയാണ്. എന്താണ് അധികാരം? സകല ദുരാത്മാക്കളെ പുറത്താക്കാനും സകല രോഗികളെ സൗഖ്യമാക്കുവാനുമുള്ള അധികാരമാണ് കൊടുത്തത്. നമുക്ക് വേണ്ട ഈ അധികാരം? പ്രിയപ്പെട്ടവരെ, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ യേശുവിനെ സ്വീകരിച്ചവരാണ്, നമ്മൾ യേശുവിനെ ധരിച്ചവരാണ്, ആത്മനിറവ് പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ അധികാരം എനിക്കും നിങ്ങൾക്കുമുണ്ട്, നമുക്കുണ്ട്. ഞാൻ ഈ പ്രസംഗത്തിന്റെ തുടക്കം പറഞ്ഞു, അധികാരമൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. നമുക്ക് 2 കൈകളെ ദൈവം തന്നിട്ടുണ്ട്. ഈ കൈകൾ എന്തിനാ തന്നത്? കാണാനാണോ? ആണോ? ഈ കൈകൾ എന്തിനാ തന്നത്? നമുക്കൊന്ന് ഉള്ള 2 കൈകളുണ്ട്, മനോഹരമായ 2 കൈകൾ. കാണാനാണോ? ഉപയോഗിക്കാനുള്ളതാണ്. ഒന്ന് പാത്രം കഴുകണമെങ്കിൽ എന്ത് വേണം? ഈ കൈകളില്ലെങ്കിൽ പാത്രം കഴുകാൻ പറ്റുമോ? ഈ കൈകൾ ഉപയോഗിച്ചേ പറ്റൂ. എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ഈ കരങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിക്കണം. ഭൂതങ്ങളുടെ മേൽ ഉപയോഗിക്കണം, രോഗങ്ങളുടെ മേൽ ഉപയോഗിക്കണം, വ്യാധികളുടെ മേൽ ഉപയോഗിക്കണം, അന്ധകാരങ്ങളുടെ മേൽ ഉപയോഗിക്കണം. ദുഷ്ടന്റെ ശക്തിയുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കുവാൻ ഇന്ന് പകൽക്കാലം നാം ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഈ പകൽക്കാലം ആത്മാവിന്റെ ശക്തിയോട് പറയട്ടെ, വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അധികാരം ഉപയോഗിക്കുക. ഒരു രോഗത്തെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പേടി, മറ്റെന്തെങ്കിലും രോഗമെന്ന് കേൾക്കുമ്പോൾ പേടി. പേടിച്ചോണ്ടിരുന്നാൽ പേടിച്ചോണ്ടിരിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെല്ലാം അസുഖങ്ങളുണ്ട് ഓരോരുത്തരും. ചിലർക്ക് കാലുവേദന, ചിലർക്ക് കൈവേദന, ചിലർക്ക് നടുവേദന, വയറുവേദന, ശ്വാസം മുട്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, ആകപ്പാടെ പ്രശ്നമാണ്. നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള രോഗങ്ങളുടെ മേൽ നമ്മൾ അധികാരമെടുക്കുന്നവരായിരിക്കണം, അതിനെ ശാസിച്ചു പുറത്താക്കുന്നവരായിരിക്കണം, അതിന്റെ മേൽ ജയമെടുക്കുന്നവരായിരിക്കണം. ഈ പകൽക്കാലം ഈ ദൂത് ഏറ്റെടുക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ശരീരത്തിൽ വല്ല രോഗമോ മറ്റുള്ള അസ്വസ്ഥതകൾ വരുമ്പോ, കർത്താവേ എന്ത് ചെയ്യാനാ കർത്താവേ, എന്നെയും കൊണ്ട് ഇത് പോകും എന്നൊന്നും പറയരുത്, എന്നൊന്നും ചിന്തിക്കരുത്. മറിച്ച് രോഗം വരുമ്പോൾ, വേദന വരുമ്പോൾ, അസ്വസ്ഥത വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരത്തോടെ, കാരണം വചനം എന്താ പറയുന്നത്? മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. നമ്മുടെ നാവിന്, നമ്മുടെ വാക്കുകൾക്ക് ഒരധികാരം ദൈവം തന്നിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗങ്ങളെ ശാസിച്ചു പുറത്താക്കുക. അത് പോകും, അത് പോകുന്നത് വരെ പറയണം. ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോവില്ല, ഒന്ന് ശാസിച്ചാൽ പോവില്ല, പക്ഷേ വീണ്ടും വീണ്ടും പറയുക, യേശുവിന്റെ നാമത്തിൽ പറയുക. അങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ദൈവമക്കളോട് പറയട്ടെ, അങ്ങനെ പലവട്ടം പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ അവിടെ സംഭവിച്ചിരിക്കും. ദുരാത്മാക്കളുടെ മേൽ നമുക്ക് അധികാരമുണ്ട്.
നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ, നമ്മുടെ അനുഗ്രഹത്തിൻ്റെ മേൽ, നമ്മുടെ ഭാവിയുടെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ ഭൗതികതയുടെ മേൽ, നമ്മുടെ ആത്മീയ ശുശ്രൂഷയുടെ മേൽ എതിരായി വരുന്ന അന്ധകാരത്തിൻ്റെ ആ പ്രവണതകളെയും ദുരാത്മശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. അത് വിട്ടുപോയിരിക്കും, അത് വിട്ടുപോകും. കാരണം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. യേശു വന്നിരുവരെ വിളിച്ചിട്ട്, തൻ്റെ അടുക്കൽ വിളിച്ചിട്ട്, ഓക്കെ കൊള്ളാം, നിങ്ങൾ നല്ല മിടുക്കന്മാരാണ്, എൻ്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് നടന്നോളാനല്ല പറഞ്ഞത്. അവർക്ക് സകല ഭൂതങ്ങളുടെ മേലും സകല രോഗങ്ങളുടെ മേലും അധികാരം കൊടുത്തു. അവരയച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ. ഇവര് പോയി അത് തന്നെ ചെയ്തു. നമുക്കും ചെയ്യാൻ പറ്റും. ക്രിസ്തുവിന്റെ അധികാരം എനിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യേശുവിനെ സ്വീകരിച്ച ഓരോ വ്യക്തിക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഉപയോഗിക്കുക, യൂസ് ചെയ്യുക. അപ്പൊ ഭൂതങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊന്നും കണ്ട് ഭയപ്പെട്ട് ഭാരപ്പെട്ട് പുറകോട്ട് വരുത്. തോപ്പിച്ചോടിക്കണം. പറ്റും, കഴിയുന്നേ, നമുക്ക് കഴിയും, നമുക്ക് കഴിയും. നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല.